ഹായ് ഓൾ. ഇന്ന് നമ്മളെ ട്രിപ്പിലെ മൂന്നാമത്തെ ദിവസമാണ്. പതിവ് പോലെ ഹോട്ടലിൽ നിന്ന് നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾക്ക് ആദ്യം പോകാനുള്ളത് ജെൻഡിൻ ഹൈലാൻഡ്, അതുപോലെ തന്നെ ബട്ടു കേവ്, പിന്നെ ചിൻസ്രി ഒരു ടെമ്പിൾ ഉണ്ട്, ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട്. ആ ഒരു 3 സ്ഥലത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നേരെ ബസ്സിലോട്ട് കയറി. പിന്നെ നമ്മൾ കേബിൾ കാർ വഴിയാണ് കേട്ടോ ഈ ഐലൻഡിലോട്ട് പോകുന്നത്. അപ്പൊ അതിനായിട്ടുള്ള ക്യൂ നിൽക്കാനായിട്ട് പോവാണ്. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ട്ടോ. അങ്ങനെ ദാ നമ്മൾക്കുള്ള പേടകം വാഹനം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ടൈം ആണ് ട്ടോ ഞാന് കേബിൾ കാറിൽ കേറുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു ട്ടോ. അത് മോർണിംഗ് ആയതുകൊണ്ട് നല്ല കോട മഞ്ഞും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ പോയാലുള്ള ആ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ അതായിരുന്നു ട്ടോ ഇവിടെ. ചില സ്ഥലത്തെത്തുമ്പോൾ മഞ്ഞൊക്കെ മൂടിയിട്ട് നമുക്ക് പുറമേക്കൊന്നും കാണാൻ പറ്റുന്നില്ല ട്ടോ. ആ ഒരു രീതിയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ഉള്ളില് 3, 4 നിലകളിലായിട്ട് ഷോപ്പിംഗ് മാളുകള്, അതുപോലെ ഒരുപാട് കുട്ടികൾക്കുള്ള ഗെയിമ്, പിന്നെ ഫുഡ് കോർട്ട് അങ്ങനത്തെ പല കാര്യങ്ങളാണ് ട്ടോ ഉള്ളത്. അപ്പൊ എല്ലാരും എല്ലാ ഭാഗത്തും ചുറ്റി കാണുകയാണ്. അതുപോലെ ഇതിന്റെ ഉള്ളില് സ്കൈ കാസിനോ ഉണ്ടായിരുന്നു. ഗംബ്ലിങ് നമ്മളെ എന്താ പറയാ ചൂത് കളിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ചധികം നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടായിരുന്നു. നമ്മളെ ഡ്രസ് കോഡും കാര്യങ്ങളും ചിലപ്പം അവിടെ ആവശ്യം വന്നാൽ നമ്മള് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താലാണ് നമുക്ക് അതിന്റെ ഉള്ളിൽ പോവാനും ഗെയിമൊക്കെ കളിക്കാനും ഒക്കെ പറ്റുക ട്ടോ. നമ്മളതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാവരും കളിക്കുന്നതൊക്കെ നോക്കി നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ട്ടോ. അത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ആ കാസിനോ. ഇതിന്റെ ഉള്ളിൽ മൊബൈൽ ഫോൺ അലൗഡ് അല്ല ട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറിയപ്പോ പിന്നെ ഫോൺ നമ്മൾ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചു. കുറച്ച് സമയം കളികൾ കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു ട്ടോ. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ ആയിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പേര് ചിരിക്കണതും കുറച്ച് പേര് കരയണതൊക്കെ കണ്ടു. അപ്പൊ മനസ്സിലായി കളി ചില ആളുകൾ ജയിച്ചു, ചില ആളുകൾ അധികം തോൽവിയാണ് ട്ടോ കാണുന്നത്. പിന്നെ അവിടെ തന്നെ സ്മോക്കിംഗ് ചെയ്യാനായിട്ട് പ്രത്യേക ഏരിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ട്ടോ. പിന്നെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയാവുന്ന ടൈമിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന മുകളിലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിലായിരുന്നു നമ്മൾക്ക് ഉച്ചക്ക് ഫുഡ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അത് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇവര് സെർവ് ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ട്ടോ. കാരണം എവിടെയും നമ്മളിങ്ങനെ എന്താ പറയാ കാസറോളിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഇതെല്ലാം തുറന്ന് നോക്കിയിട്ട് വേണം ട്ടോ എന്തൊക്കെയാണെന്നുള്ളത് അറിയാനായിട്ട്. അപ്പം നടൻ ഫുഡുകൾ തന്നെയായിരുന്നു. ചിക്കൻ കറി, അതുപോലെ ഏതോ ഒരു ഫിഷ് ഉണ്ടായിരുന്നു. അതിനെ എന്താ പറയാ അരച്ചും കൊണ്ട് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് വെറൈറ്റീസ് ആയിരുന്നു എന്തായാലും. ഫസ്റ്റ് നമുക്ക് സൂപ്പ് വന്നു. സൂപ്പ് കുടിച്ചു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. കാണുമ്പം ചിക്കൻ ഫ്രൈ ചെയ്തതാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ ഉള്ളില് ഫിഷ് ആണ് ട്ടോ. ഫിഷ് ഇങ്ങനെ അരച്ചിട്ട് എന്താ പറയാ മുള്ളൊന്നും ഇല്ലാതെ നല്ല ഫ്ലഷ് മാത്രമായിട്ട് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട് ട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ്. ബിനീഷേട്ടൻ ഇതാ അവിടെ നിന്നിട്ട് പായസം കുടിക്കുകയാണ് ട്ടോ. ഫുഡിന്റെ റിവ്യൂ ചോദിക്കുകയായിരുന്നു. അപ്പൊ ഇതാ ഡെസേർട്ട് ആയിട്ട് പായസം ഉണ്ടായിരുന്നു. അതുപോലെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു ട്ടോ. പായസം ഇങ്ങനെ സ്പൂണിൽ കോരി കഴിക്കാൻ പാകത്തിനാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ പേടകം വന്നു. തിരിച്ച് നമ്മള് പോവാണ്. നെക്സ്റ്റ് നമ്മള് ചിങ്സി കേവ്സ് എന്നുള്ള ആ ഒരു ടെമ്പിളിലേക്കാണ് പോണത്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് ട്ടോ. താഴെ ഒരു പാർക്കൊക്കെ കാണാനുണ്ട്. Pay 180, you come out here. 7,351 rooms. Oh, the largest hotel. Where is first world? One day not enough. At least 2 days, 2 days. That is why. Foggy. இப்படி வரும். இதுதான் ஃபர்ஸ்ட் ஹோட்டல். அதுல இந்த ஓனர் கட்டுனது இதுதான் ஃபர்ஸ்ட் ஹோட்டல். ஐலண்ட் ஹோட்டல். அப்புறம் ஜி போட்டிருக்கு. ஜிஹெச் நடுவுல. ஜென்டிங் ஹைலாண்ட். அதான் லோகோ. അങ്ങനെ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ട്ടോ. ഇവിടുന്ന് ദാ ഈ കാണുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേബിൾ കാറിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾക്ക് ജസ്റ്റ് നടക്കാനുള്ളൂ. ജസ്റ്റ് നടക്കല്ല, ഒരു 5, 6 ലിഫ്റ്റ് താഴത്തോട്ടേക്ക് ഇറങ്ങി വരണം. പിന്നെയാണ് നമ്മൾ അവിടെ എത്തുന്നത്. നമ്മൾ മുകളിൽ എത്തിയിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ട്ടോ. ഹൈ ലാൻഡിൽ നിന്ന് നമ്മൾ താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് ഇതാ ഇറങ്ങി വരുന്നുള്ളൂ ട്ടോ.
നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ കോർഡിനേറ്ററും നമ്മളെ ഗൈഡും ആണത്. അപ്പോൾ ഇതാ കാണുന്നതാണ് ടെമ്പിള്. പിന്നെ ഇവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതുപോലെ എല്ലാവരും ഒരുമിച്ച് നിർത്തി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ. കാരണം അങ്ങനെ കിട്ടുന്നത് അപൂർവമാണ്. എല്ലാവരും ഒരു ഭാഗം അങ്ങട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകും. ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് ട്ടോ ഇതൊക്കെ. ഇവിടെ തന്നെ വേഷമൊക്കെ ധരിച്ചിട്ട് നമുക്ക് ഇതിന്റെ മുന്നിൽ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം ട്ടോ. അപ്പൊ അതിനായിട്ട് അവിടെ പ്രത്യേക ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ ഡ്രസ്സൊക്കെ റെന്റായിട്ട് കിട്ടും. നമുക്ക് ഇത്ര മണിക്കൂറിന് ഇത്ര ക്യാഷ് കൊടുത്താല് അവരത് ആ ഫോട്ടോ അപ്പൊ തന്നെ നമ്മൾക്ക് കഴുകിയിട്ട് തരുകയും ചെയ്യും ട്ടോ. പക്ഷെ നല്ല കോസ്റ്റ് കൂടുതലായിരുന്നു. പിന്നെ നമ്മളെ പോലത്തെ ഉള്ളവരെ കാണുമ്പം ക്യാഷ് കുറച്ചും കൂടെ ഒക്കെ കൂടുമല്ലോ. അപ്പൊ പിന്നെ ഞങ്ങളാരും അതിന് ആ ഒരു സാഹസത്തിന് മുതിർന്നില്ല ട്ടോ. നമ്മളെ കയ്യിലുള്ള ഫോണൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഫോട്ടോസ് തന്നെ എടുത്തു. അവരുടെ ഡ്രസ്സൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇതാ നമ്മള് ഇവിടുത്തെ ഇതെല്ലാം കാണാം ട്ടോ. ഓരോ നാട്ടിനും ഓരോ കൾച്ചറും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അതുപോലെ അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. നെക്സ്റ്റ് നമ്മള് ബട്ടു കേവിലേക്ക് ഈ ദിവസം തന്നെയാണ് പോണത്. പക്ഷെ ഞാൻ വീഡിയോ ലെങ്ത് കൂടുന്നത് കാരണം എനിക്കിങ്ങനെ ഒരുപാട് പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ. എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ട്ടോ. അപ്പൊ പിന്നെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് വേണം കാണാനായിട്ട്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ. It is conquered. Cameron Highland. Cameron Highland. அது வந்துட்டு resort mostly. No entertainment like this. Resort. People go there, relax, peace, all greenery. அது இன்னும் cooler.